അമേരിക്കയിലെ ഒരു മരങ്ങൾ കൊണ്ടുള്ള വീടിൻ്റെ കൺസ്ട്രക്ഷൻ്റെ ഇനീഷ്യൽ സ്റ്റേജിനെ പറ്റിയുള്ള എൻ്റെ ഒരു മുമ്പിലുള്ള വീഡിയോവിൻ്റെ തുടർച്ചയായുള്ള ഈ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മരങ്ങൾ കൊണ്ടുള്ള ഫ്രെയിംസ് ഉണ്ടാക്കിയതിന് ശേഷം ഇപ്പോൾ ഇതിൻ്റെ റൂഫ്സും സൈഡ്സും കുറേയൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ചുമരുകൾക്കായി നല്ല തിക്ക് ആയിട്ടുള്ള വുഡൻ ഫ്രെയിംസും അല്ലെങ്കിൽ പ്ലൈവുഡ്സും മറ്റുമാണ് ഉപയോഗിക്കുന്നത്. അമേരിക്കയിൽ കാലങ്ങളായി പിന്തുടർന്നു വരുന്ന ഒരു നിർമ്മാണ രീതിയാണ് മരങ്ങൾ കൊണ്ടുള്ള വീടുകൾ. ഇവിടുത്തെ കാലാവസ്ഥക്കനുസരിച്ച് ഇതുപോലുള്ള കൺസ്ട്രക്ഷൻ സ്യൂട്ടബിൾ ആണ് താനും. കണ്ടോ, ഡോർസിന് വേണ്ടി ഇതുപോലെയുള്ള കട്ട് ചെയ്തിട്ടുള്ള തടി കഷ്ണങ്ങൾ ഉപയോഗിക്കും. ധാരാളം മരങ്ങൾ, കാട്ടുമരങ്ങൾ സുലഭമായി കിട്ടുന്നത് ഇവിടെ 90% വീടുകളും മരങ്ങൾ കൊണ്ട് ഉണ്ടാക്കുന്നതിനുള്ള ഒരു കാരണമാണ്. വെള്ളപ്പൊക്കം ഉണ്ടാവുമ്പോൾ വെള്ളം വീട്ടിൽ കയറി കെട്ടിക്കിടക്കുമ്പോൾ മാത്രമാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ ഇതുപോലുള്ള വീടുകൾ വർഷങ്ങളോളം നിലനിൽക്കും. മുറികളൊക്കെ സെപ്പറേറ്റ് ആയി വിസിബിൾ ആയിട്ടുള്ള സ്റ്റേജിലെത്തി. ഇതിൻ്റെ റൂഫ്സ് ഒക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഉള്ളിൽ ഇനി ചുമരുകൾക്ക് ഫ്രെയിം അടിക്കാൻ ബാക്കിയാണ്. കുറെയൊക്കെ അടിച്ചിട്ടുണ്ട് താനും. കണ്ടോ, ഇവിടെയൊക്കെ ചുമര് തിക്കായിട്ടുള്ള ബോർഡ് അടിച്ച് ശരിയാക്കിയിട്ടുണ്ട്. ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാനും പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഈ കാണുന്നത് പോലെ തടികളിൽ ഹോൾ ഉണ്ടാക്കിയും തടികളുടെ മുകളിലൂടെയും മറ്റുമാണ് ഇലക്ട്രിക് വയറിംഗ് ചെയ്യുന്നത്. കൂടാതെ പ്ലംബിംഗ് വർക്ക്, വാട്ടർ സപ്ലൈ പൈപ്സും ഇട്ടതായി കാണാം. ഇവിടെ വയറിംഗ് കൂടാതെ PVC പൈപ്പും ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതായി കാണാം. മുകളിലേക്ക് പോകുവാനുള്ള മരം കൊണ്ടുള്ള സ്റ്റെയർകേസ് പണിതിട്ടുണ്ട് ഇവിടെ. കണ്ടോ, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ചുമരുകൾക്കായി ഉപയോഗിക്കുന്ന തിക്ക്
ബോർഡാണ് ഇവകൾ. ഞാൻ മറ്റൊരു ദിവസം വന്നപ്പോൾ എടുത്ത വീഡിയോ ആണ്. ചുമരുകൾ പുറമേ ഭാഗം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. റൂഫ്സൊക്കെ ഫുള്ളായി ഫ്രെയിംസ് അടിച്ച് കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ വീട് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള മറ്റൊരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ ആവില്ല. അപ്പോഴേക്കും ഞാൻ ഹ്യൂസ്റ്റണിൽ നിന്ന് തിരിച്ചു പോകും. ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തതിന് എല്ലാവർക്കും നന്ദി. മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ, സീ യു സൂൺ.